രണ്ടാമത്തെ കാര്യമാണ്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. രണ്ടാമത്തെ കാര്യമാണ്, ബി എ ഹ്യൂമൻ ഹു ഗിവ്സ് വാല്യൂ ടു ദ ഫാമിലി. ബി എ ഹ്യൂമൻ ഹു ഗിവ്സ് വാല്യൂ ടു ദ ഫാമിലി. ഈ ജനറേഷനിൽ എനിക്കിത് പറയണം, ഞാൻ ഏത് സെഷനിൽ പോയാലും പറയുന്ന ഒരേ ഒരു പോയിൻ്റാണ്, ബി എ ഹ്യൂമൻ ഹു ഗിവ്സ് വാല്യൂ ടു ദ ഫാമിലി എന്ന് പറയുന്നത്. ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന നല്ല മക്കളായിട്ട്, നല്ല സ്റ്റുഡൻസായിട്ട് വളർന്നു വരിക എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. ഞാൻ പറയാൻ കാരണം, ഞാൻ പറയുന്ന സമയത്ത് ചിലപ്പോൾ കഥകൾ വന്നു പോകും. എനിക്കൊരിക്കലും ഇങ്ങനെ നേരെ പ്രസംഗിച്ച് പോകണം എന്നുള്ളതല്ല ആഗ്രഹം, കഥകളും എക്സ്പീരിയൻസ് ആയിട്ട് ഇങ്ങനെ പോകുന്നതാണ് എനിക്കിഷ്ടം. നെയ്പായസം എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. നെയ്പായസം എന്ന് പറഞ്ഞതിൽ ഒരു കഥയിൽ എന്ത് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലൊക്കെ ഉമ്മമാരുണ്ടല്ലോ, ഉമ്മമാരെന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, രാവും പകലും ഇല്ലാതെ വീട്ടിൽ അടുക്കളയിൽ ഒതുങ്ങിക്കൂടുന്ന മാത്രമായിരിക്കും ചിലപ്പോൾ ഉമ്മമാർ. രാവിലെ ഫുഡ് ഉണ്ടാക്കി തരുന്നു, ഭർത്താവിനെ ജോലിക്ക് പറഞ്ഞേക്കുന്നു, മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ബിസി ആയിരിക്കുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് വുമൺ ഇൻ ദ വേൾഡ് ആരാന്ന് ചോദിച്ചാൽ ഐ വുഡ് ഡെഫിനറ്റ്ലി സേ ദാറ്റ് ഈസ് എ മദർ. ലോകത്തിൽ കിട്ടാവുന്ന വെച്ചിട്ട് ഏറ്റവും നല്ല ജോലി എന്താണെന്ന് ചോദിച്ചാൽ ഐ വിൽ ഡെഫിനറ്റ്ലി സേ ബീങ് എ മദർ ഈസ് ദ ബെസ്റ്റ് ജോബ് ഇൻ ദ വേൾഡ്. ബീങ് എ മദർ ഈസ് ദ ബെസ്റ്റ് ജോബ് ഇൻ ദ വേൾഡ്. ഞാൻ എഡ്യൂക്കേഷൻ എല്ലാം സപ്പോർട്ട് ചെയ്യുമെങ്കിൽ പോലും ദ വൺ തിങ് ഐ ലവ് ദ മോസ്റ്റ്, ലോകത്തിലെ ഏറ്റവും നല്ല ജോബാണ് നല്ല മക്കളെ വളർത്തിക്കൊണ്ടുവരുന്ന നല്ലൊരു ഉമ്മയാവുക എന്ന് പറയുന്നത്. ഒരു ഉമ്മ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് കരിയർ. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് കരിയർ. ഞാൻ പറയാൻ കാരണം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വയസ്സ് മുതൽ ആ കുഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു മനുഷ്യൻ മരിക്കുന്നത് വരെ നോക്കുന്നതും വളർത്തുന്നതും ഫുഡ് കൊടുക്കുന്നതും വീട് നോക്കുന്നതും ഒരുപാട് കാര്യങ്ങൾ ബിസി ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ഉമ്മ എന്ന് പറയുന്നത്. ഒരു വ്യക്തിയാണ് ഉമ്മ എന്ന് പറയുന്നത്. മൾട്ടി ടാലൻറ്റഡ് ആണ്. എ മദർ എന്ന് പറയുന്നത് ഷീ ഈസ് മൾട്ടി ടാലൻറ്റഡ്. ഞാൻ പറയാൻ കാരണം, ഷീ ക്യാൻ കുക്ക്, ഷീ ക്യാൻ ക്ലീൻ, ഷീ ക്യാൻ സിങ്, ഷീ ക്യാൻ ഡാൻസ്, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു ഉമ്മാക്ക്. ഉമ്മാക്ക് താരാട്ടുപാട്ട് വരെ ഉറങ്ങാൻ പറ്റും, ഉമ്മാക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റും, ഉമ്മാക്ക് ചിരിപ്പിക്കാൻ പറ്റും, കളിപ്പിക്കാൻ പറ്റും, ഉമ്മ വീട്ടിലെ ജോലികൾ ചെയ്യും. ഇതെല്ലാമായിട്ട് മൾട്ടി ടാലൻറ്റഡായി നിൽക്കുന്ന ഒരു ഉമ്മയാണെന്ന് പറയുന്നത്. ഞാൻ നെയ്പായസം എന്ന് പറയാൻ കാരണം, ആ കഥയിൽ ഏറ്റവും ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു വീട്ടിൽ അച്ഛൻ, അമ്മ, കുട്ടി, അതേപോലെ തന്നെ 2 മക്കളുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ലൈഫിൽ ഈ ഉമ്മ എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉമ്മയുടെ ലോകം എന്ന് പറയുന്നത് അടുക്കള മാത്രമാണ് ഈ ഉമ്മയുടെ ലോകം. അപ്പോൾ ഉമ്മ എന്നും രാവിലെ എണീക്കും, ഭക്ഷണം ഉണ്ടാക്കും, മക്കൾക്ക് കൊടുക്കും, ഹസ്ബൻഡ് ജോലിക്ക് പറഞ്ഞേക്കും, അത് കഴിഞ്ഞിട്ട് മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കും. ഈ കാര്യങ്ങളിൽ ഉമ്മ ഭയങ്കര ബിസിയാണ്. അങ്ങനെ ഒരു ദിവസം മക്കൾ സ്കൂളിലാണ്, ഹസ്ബൻഡ് ജോലിക്ക് പോയിരിക്കുകയാണ്. വീട്ടിൽ വരുന്ന സമയത്ത് ഉമ്മ ഒരു സ്റ്റെപ്പിൻ്റെ താഴെ ഇങ്ങനെ കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഉമ്മ ഒരു സ്റ്റെപ്പിൻ്റെ താഴെ ഇങ്ങനെ കിടക്കുന്നതായിട്ടാണ് ഈ ഭർത്താവും മക്കളും കാണുന്ന സമയത്ത് ഉമ്മയെ കുറേ തട്ടി നോക്കി, ഉമ്മ എണീക്കണില്ല. ഉമ്മയെ ഒരുപാട് തട്ടി നോക്കി, ഉമ്മ എണീക്കണില്ല. അങ്ങനെ ഉമ്മയെ എടുത്ത് അവർ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് പറയാണ്, ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്. അതായത് ഒരുപാട് കാലങ്ങൾ ഉമ്മയെ നോക്കാതെ, ഉമ്മയെ മൈൻഡ് ചെയ്യാതെ ബിസി ആയിരിക്കുന്ന മക്കളും ഭർത്താവും വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ആലോചിക്കുകയാണ്, ആ വീടിൻ്റെ വെളിച്ചം നഷ്ടപ്പെട്ടു. അടുക്കളയിലേക്ക് പോരാൻ ആ ഭർത്താവിന് ആ മക്കൾക്ക് തോന്നണില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, വീട്ടിൽ മാതാപിതാക്കളില്ലാന്നുണ്ടെങ്കിൽ, വീട്ടിൽ ഉമ്മ ഇല്ലാന്നുണ്ടെങ്കിലൊരവസ്ഥ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. വീട്ടിൽ ഉമ്മ ഇല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് ഉണ്ടാക്കാനായിക്കോട്ടെ, നമ്മൾ നോക്കാനായിക്കോട്ടെ, എല്ലാ കാര്യങ്ങൾക്കും ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ദിവസം കൊണ്ട് ജീവിതത്തിൽ നിന്ന് പോവാണ്. അങ്ങനെ ഉമ്മ മരണപ്പെട്ടു. ഉമ്മയുടെ മരണസംഭവങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അച്ഛൻ അടുക്കളയിൽ കടന്നു വരികയാണ്. അച്ഛൻ ആകെ ഉണ്ടാക്കാൻ അറിയുന്നത് കഞ്ഞിയാണ്. ഉപ്പക്ക് ആകെ ഉണ്ടാക്കാൻ അറിയുന്നത് എന്താണ്? കഞ്ഞിയാണ്. അച്ഛൻ അടുക്കളയിൽ എത്തിയതിന് ശേഷം ഇതെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി സംഭവങ്ങളെല്ലാം എടുക്കുന്ന സമയത്ത്, കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് കിച്ചണിൻ്റെ സൈഡിൽ ഒരുപാട് പാത്രങ്ങളുണ്ട്. ആ പാത്രങ്ങളൊക്കെ തുറന്നപ്പോൾ അതിലുമ്മ ചോറുണ്ടാക്കിയിട്ടുണ്ട്, കറി ഉണ്ടാക്കിയിട്ടുണ്ട്, മക്കൾക്കും ഭർത്താവിനുള്ള കൂട്ടാനുണ്ടാക്കിയിട്ടുണ്ട്. 3 തരം കൂട്ടാനും ചോറെല്ലാം ഉണ്ടാക്കി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ആ ഭർത്താവ് ആലോചിക്കുകയാണ്, എത്രത്തോളം സ്നേഹമുള്ളവളാണ് എൻ്റെ ഭാര്യ എന്നുള്ളത്, എത്രത്തോളം എന്നെ കണ്ട് എൻ്റെ മക്കളെ സ്നേഹിച്ചവളാണ് എൻ്റെ ഭാര്യ. മരണത്തിന് മുൻപ് പോലും ഞങ്ങളെ നോക്കിയിട്ടാണ് ആ ഭാര്യ വിട്ടുപോയത്. ആ സമയത്ത് പോലും ഞങ്ങളെ പട്ടിണിയാക്കിയില്ല. മരിക്കുന്നതിന് തൊട്ട് മുൻപ് പോലും ആ ഭാര്യ പട്ടിണിയാക്കിയില്ല. എത്ര സ്നേഹമുള്ളവരാണെന്ന് മനസ്സിലാക്കാണ്. അത്രയും കാലം സ്നേഹിക്കാനും അറിയാനും അറിയാതെ പോയ ഭർത്താവ് മരണത്തിന് ശേഷം ആ ഭാര്യയുടെ വാല്യൂ മനസ്സിലാക്കുകയാണ്. ഉമ്മ തൊട്ടപ്പുറത്തൊരു ചെറിയ പാത്രത്തിൽ നെയ്പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. മക്കൾ നെയ്പായസം കുടിച്ചിട്ട് പറയാണ്, ഉമ്മാൻ്റെ നെയ്പായസം എന്ത് ഭയങ്കര ടേസ്റ്റാലേന്ന്.
ഉമ്മ ഉണ്ടാക്കുന്ന നെയ് പായസം എന്ത് ടേസ്റ്റാലേന്ന് ഇത് പറയുന്നത് ആ മാതാവ് മരണപ്പെട്ടതിന് ശേഷമാണ്. എനിക്ക് പറയാനുള്ളത്, വീട്ടിലുമ്മമാർ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടാകും, വീട്ടിലുമ്മമാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. അവരാഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, ദിവസം ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഉമ്മ ഇന്നത്തെ ഫുഡ് രസമുണ്ട്, ഉമ്മ ഇന്നുണ്ടാക്കിയ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ടായിരിക്കും. രാവും പകലില്ലാതെ കഷ്ടപ്പെടുന്ന വാപ്പന്മാർ ആർക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത് പാരൻസ്? ഉത്തരമില്ല. ആർക്ക് വേണ്ടിയിട്ടാണ് മാതാപിതാക്കൾ കഷ്ടപ്പെടുന്നത്? ആർക്ക് വേണ്ടിയിട്ടാ? നമുക്ക് വേണ്ടിയിട്ട്. എന്തിനാ? പഠിപ്പിക്കാൻ, വലുതാക്കാൻ, എഡ്യൂക്കേഷൻ, ജോലി, സെറ്റിൽമെൻറ്റ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു രാവും പകലില്ലാതെ പണിയെടുക്കുക. പക്ഷേ ആസ് എ സ്റ്റുഡൻറ്റ് വി ആർ നോട്ട് റിയലൈസിങ് ഹൗ ബ്ലെസ്ഡ് വി ആർ. നമ്മൾ എത്രത്തോളം ബ്ലെസ്ഡ് ആണ്, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയുണ്ടെന്നുള്ളൊരു ബ്ലെസ്സിങ്സ് പോലും ആലോചിക്കാനുള്ള മനസ്സ് ആസ് എ സ്റ്റുഡൻറ്റ് നമുക്ക് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് വേറെ ഒന്നുമില്ല, സ്വന്തം മാതാപിതാക്കളെ ചേർത്ത് പിടിക്കാനും അവരെ സ്നേഹിക്കാനും തയ്യാറാവുക. ഞാനിങ്ങനെ സെഷൻ എടുക്കുന്ന സമയത്ത്, സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില മക്കൾ വന്ന് പറയും, ഉമ്മമാരിങ്ങോട്ട് സ്നേഹിക്കുന്നില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ അങ്ങോട്ട് സ്നേഹിക്കുന്നത്? ഉമ്മമാരിങ്ങോട്ട് സ്നേഹിക്കുന്നില്ലല്ലോ, വാപ്പന്മാരിങ്ങോട്ട് സ്നേഹിക്കുന്നില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ അവരങ്ങോട്ട് സ്നേഹിക്കുന്നത്? സ്നേഹം എന്ന് പറയുന്നത് ഉള്ളിൽ വെക്കാനുള്ളതല്ല. നമ്പർ 1, സ്നേഹം എന്ന് പറയുന്നത് ഉള്ളിൽ വെക്കാനുള്ളതല്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ടു എക്സ്പ്രസ്. ഈ നെയ്പായസം എന്ന് പറഞ്ഞ കഥയിൽ ആ ഭർത്താവ് ലാസ്റ്റ് റിയലൈസ് ചെയ്യുന്നുണ്ട്, അത്ര കാലം കൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയോട് ഇന്നുണ്ടാക്കിയ ഫുഡ് ടേസ്റ്റ് ഉണ്ടെന്നോ, ഇത്ര കാലം ഞങ്ങൾ നോക്കിയാണ് നന്ദിയുണ്ടോന്നും പറഞ്ഞില്ല. മരണപ്പെട്ടതിന് ശേഷം മാത്രമാണ് ആ ഭർത്താവ് മനസ്സിലാക്കുന്നത് എൻ്റെ ഭാര്യ എത്ര പ്രിയപ്പെട്ടവളായിരുന്നു എന്നുള്ളത്. അത് ജീവിക്കുന്ന കാലഘട്ടത്തിൽ പറയാൻ വേണ്ടി നമ്മൾ പഠിക്കണം. കുട്ടികളാണെന്നുണ്ടെങ്കിൽ, സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കാനും അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് പോകാൻ പറ്റുന്നവരായിരിക്കണം നമ്മളെന്ന് പറയുന്നത്. ഒരു ജോലി, ഒരു സെറ്റിൽമെൻ്റ് ആയി കഴിഞ്ഞാൽ മറന്നു പോകേണ്ടവരല്ല നമ്മുടെ മാതാപിതാക്കൾ. ഒരുപാട് പേരെ നമ്മൾ കാണുന്നുണ്ട്, വൃദ്ധസദനങ്ങൾ കാണുന്നുണ്ട്, വൃദ്ധസദനങ്ങൾ കൂടി പോകുന്നുണ്ട്, ഓൾഡ് ഏജ് ഹോമുകളുടെ എണ്ണം കൂടി വരികയാണ്. ഞാൻ എൻ്റെ സ്കൂളിൽ നിന്ന് ഓൾഡ് ഏജ് ഹോം പോയിട്ടുണ്ടായിരുന്നു. ഓൾഡ് ഏജ് ഹോം പോയ സമയത്ത് 7th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ഓൾഡ് ഏജ് ഹോം പോയ സമയത്ത് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ഉമ്മമാരുണ്ട്. അപ്പോൾ ഒരുപാട് ഉമ്മമാരെന്ത് ചെയ്യും, അവിടെ ഉണ്ടായിരിക്കും, അവരെ കാണും, അവരുമായിട്ട് സംസാരിക്കും, അവരുമായിട്ട് പാട്ട് പാടും, രസിക്കും. ഇതൊക്കെ അവർക്ക് ഭയങ്കര എൻജോയ്മെൻറ്റാണ്. അങ്ങനെ ഒരു പ്രാവശ്യം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഉമ്മ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് ഉമ്മ. എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മാൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. ഉമ്മ ഇവിടെ ചോദിച്ചു, ഉമ്മൻ്റെ കണ്ണ് എന്തിനാന്ന് അറിയണേ, നമ്മളൊക്കെ ഇവിടെ ഇല്ലെന്ന് ചോദിച്ചു. ആ സമയത്ത് ഉമ്മ പറയാണ്, മക്കളൊക്കെ ഇപ്പോൾ പോകും, മോളെ കാണാൻ എൻ്റെ മോളെപ്പോലെ തന്നെ തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് മോളെ ഞാൻ കെട്ടിപ്പിടിക്കണേന്ന് പറഞ്ഞു. മോൾ ഇനിയും വരുമോ, മോൾ ഇനി പോകൂലേ, എൻ്റെ മക്കൾ എന്തായാലും കാണാൻ വരുന്നില്ല, നിങ്ങളെപ്പോലുള്ള കുറച്ച് കുട്ടികളെ നമ്മളെ കാണാൻ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അവിടെ ലോകം എവിടെ തിങ്ങിപ്പോയി എന്നുള്ളത്. അങ്ങനെ ഓൾഡ് ഏജ് ഹോം ആക്കാനുള്ള മാതാപിതാക്കളാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ പ്രസവിക്കുന്ന സമയത്ത് ആലോചിക്കാമായിരുന്നു, ഞാൻ എന്തിനെൻ്റെ മകളെ നോക്കണം, വല്ല ഓർഫനേജിൽ കൊണ്ടിട്ടാൽ പോരെ എന്ന് ആലോചിക്കാമായിരുന്നു. പക്ഷേ 10 മാസം ചുമന്ന് 10 മാസം നിങ്ങൾ നോക്കി വലുതാക്കി, അത് കഴിഞ്ഞ് നിങ്ങൾ പഠിപ്പിക്കാനും നിങ്ങൾക്ക് ഭക്ഷണം നൽകാനും നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ പോലും നോക്കി വളർത്തിയ നിങ്ങളുടെ മാതാപിതാക്കൾ ഒരു ഏജ് എത്തി കഴിയുന്ന സമയത്ത് ഓൾഡ് ഏജ് ഹോമിൽ ആക്കാനുള്ളതാണോ? അല്ല. നമ്മളും ഇതേ സ്റ്റേജിലൂടെ കടന്നു പോകും. ഒന്ന് ആലോചിച്ചാൽ മതി, ജനിക്കുന്ന സമയത്ത് നമുക്ക് നടക്കാനോ കേൾക്കാനോ കാണാനോ ഒന്നും കഴിയൂല. മരണപ്പെട്ടു പോകുന്ന സമയത്ത്, വയസ്സാവുന്ന സമയത്ത്, ഒരു 90+, 100+ ഒക്കെ ആവുന്ന സമയത്ത് നമ്മുടെ ഇതേ സെയിം അവസ്ഥയിലാണ്, നമ്മൾ കിടപ്പിലാകും. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇതാണ്, ഇത്രയേ ഉള്ളൂ ജീവിതം. പക്ഷേ ആ ജീവിതത്തിൽ സന്തോഷത്തോടു കൂടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ കൂടെ ചേർത്ത് നിർത്താൻ പറ്റണം മാതാപിതാക്കളെ ചേർത്ത് നിർത്താൻ പറ്റണം. അത് ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ പറ്റണം. അതെങ്ങനെ ആയിക്കോട്ടെ, എന്തൊക്കെ സിറ്റുവേഷൻ വന്നാലും എനിക്ക് എൻ്റെ മാതാപിതാക്കൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റണം. മാതാപിതാക്കളാണെന്നുണ്ടെങ്കിൽ മക്കളെ സ്നേഹിക്കണം, മക്കളെന്നുണ്ടെങ്കിൽ മാതാപിതാക്കളെ സ്നേഹിക്കണം, തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, ജസ്റ്റ് ഗോ ആൻഡ് ലവ് യുവർ പാരൻസ്, ജസ്റ്റ് ഗോ ആൻഡ് ഹഗ് യുവർ പാരൻസ്, ജസ്റ്റ് ഗോ ആൻഡ് കിസ് യുവർ പാരൻസ്. ഒരു ടാസ്ക് ആയിരുന്നു വീട്ടിൽ പോയിട്ട് ചെയ്യാനുള്ള, ചെയ്യോ? ഇല്ല എന്നാണോ? ചെറിയ ടാസ്ക് എന്നാൽ ചെയ്യോ? ഇസ് ഇറ്റ് യെസ് ഓർ നോ? വെരി സിമ്പിൾ. ഇത് നിങ്ങൾ വീട്ടിൽ പോയി ചെയ്യുമോ എന്നുള്ളത് ഞാൻ ക്യാമറ വഴി ഒന്നും നോക്കൂല, ഞാനൊന്നും കാണുന്നില്ല. ഇത് നിങ്ങൾ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളോട് ചെയ്യുന്ന തെറ്റ് മാത്രമാണ്. ഇന്ന് വീട്ടിൽ പോയിട്ട് ഉപ്പിയമ്മ ഉണ്ടാവില്ല, വീട്ടിൽ പോയിട്ട് ഉമ്മനെ നന്നായിട്ട് കെട്ടിപ്പിടിക്കാം. പറ്റുമോ?
ഒരുപാട് കാലമായിട്ട് ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴൊന്നും ആലോചിച്ചേക്കുക, ബോയ്സിൻ്റെ ഭാഗത്തുനിന്ന് ഫാദറിനെ എന്നും ഹഗ് ചെയ്യുന്ന എത്ര പേരുണ്ട്, ഉപ്പമാരെന്നും ഹഗ് ചെയ്യുന്ന എത്ര പേരുണ്ട്? വെരി റെയർ. ചെറിയ കുട്ടികളാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ലാസ്റ്റ് ടൈം ഞാൻ എപ്പോഴാണ് എൻ്റെ വാപ്പനെ ഒന്ന് ഹഗ് ചെയ്തത്? ലാസ്റ്റ് ടൈം ഞാൻ എപ്പോഴാണ് എൻ്റെ വാപ്പയെ നോക്കിയിട്ട്, വാപ്പാ നിങ്ങൾ ഇത്രയും കാലം പണിയെടുത്തല്ലോ, അതെനിക്ക് വേണ്ടിയിട്ടായിരുന്നല്ലോ, താങ്ക് യു സോ മച്ച് എന്ന് പറയാനുള്ളൊരു വാക്ക് നമുക്ക് എപ്പോഴാണ്, അതിന് എപ്പോഴാണ് സമയം കിട്ടിയതെന്ന് ആലോചിച്ച് നോക്കുക. ഗേൾസിൻ്റെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിൽ ഉമ്മ ഇത്രയും കാലം എന്നെ നോക്കുന്നുണ്ടല്ലോ, എപ്പോഴെങ്കിലും എനിക്കൊന്ന് പറഞ്ഞ് എപ്പോഴെങ്കിലും ഒന്ന് കെട്ടിപ്പിടിക്കുക ഉമ്മ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. എന്ന് എൻ്റെ വാപ്പ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്, എൻ്റെ ഉമ്മ എൻ്റെ കൂടെ പ്രോഗ്രാമിന് പോരാറുണ്ട്. പക്ഷേ ഉമ്മാക്കൊന്ന് ചില സാങ്കേതിക പ്രശ്നക്കാരെത്തിയിട്ടില്ല. ഇന്ന് പോരുന്നതിൻ്റെ മുന്നേ ഞാൻ ഉമ്മാനെ കെട്ടിപ്പിടിച്ചൊന്ന് ഉമ്മ കൊടുത്തു. ആ സമയത്ത് ഉമ്മൻ്റെ മുഖത്തുണ്ടായൊരു സന്തോഷമുണ്ട്. ഇത് മതി, വേറെന്ത് വേണം ജീവിതത്തിൽ? ഹാവിങ് എ വെരി ഗുഡ് ഹാപ്പി ഫാമിലി പോരെ നമുക്ക്. അത് കൊണ്ടു നടക്കണമെന്നുണ്ടെങ്കിൽ, അതില്ലാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ ഇത് ഹാപ്പിയാക്കി ഹോർമോൺസ് ആയിട്ട് നമ്മൾ കൊണ്ടു നടക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അവിടെ ഒരു ഹാപ്പി പില്ലായിട്ട് നടക്കേണ്ടത് നമ്മളാണ്. ആസ് എ സ്റ്റുഡൻറ്റ്, ആസ് എ മകൾ അല്ലെങ്കിൽ മകൻ എന്ന നിലയ്ക്ക് നമ്മളാണ് അവിടെ ബാധ്യസ്ഥരെന്ന് പറയുന്നത്. അതുകൊണ്ട് വീട്ടിൽ പോയിട്ട് ഉമ്മക്ക് നല്ലൊരു ഹഗ് കൊടുക്കുക. ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ ഉമ്മയുടെ അടുത്ത് പോയി പറയാം, ഉമ്മ ഇത്രയും കാലം ഉണ്ടാക്കിയ ഫുഡിന് എത്ര ടേസ്റ്റാന്ന് പറയുന്നത് ചോദിച്ചു നോക്കുക. ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുണ്ടായിരിക്കും. So the second one is that be a human who gives importance to the family. നിങ്ങൾ വളർന്നു വരുന്ന ലീഡേഴ്സാണ്. ആ ലീഡേഴ്സ് എന്ന നിലക്ക്, ഒരു ലീഡർ എന്ന നിലക്ക് നിങ്ങളുടെ ലൈഫിൽ വേണ്ട ക്വാളിറ്റിയാണ് ബി എ ഹ്യൂമൻ ഹു ഗീവ്സ് ദ ഇമ്പോർട്ടൻസ് ടു ദ ഫാമിലി. ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മക്കളായിട്ട് തീരാം. ഒരു ഏജ് കഴിഞ്ഞിട്ട് ഓൾഡ് ഏജ് ഹോമിലാക്കാനുള്ളതല്ല മാതാപിതാക്കൾ എന്ന് പറയുന്നത്. നിങ്ങളുടെ കൂടെ തന്നെ വളരാനും നിങ്ങളുടെ വളർച്ചയിൽ കൂടെ നിൽക്കേണ്ടവരാണ് നിങ്ങളുടെ മാതാപിതാക്കൾ എന്ന് പറയുന്നത്.